ഇതാ ഈ 5 വയസ്സുകാരി ഉണ്ടല്ലോ, ഇത് ആളത്ര നിസ്സാരക്കാരിയല്ല. കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് പെർഫോമൻസ് ഹെവി വൈറലായിരുന്നു. ആ വൈറൽ വീഡിയോയിലെ താരമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് നിമയുടെയും അവനിയുടെയും വിശേഷത്തിലേക്ക് വരാം. എന്ത് എനർജിയാണല്ലേ ഈ 5 വയസ്സുകാരിയായിട്ടുള്ള നിമയും അതുപോലെ തന്നെ അവനിയോടൊപ്പം മറ്റൊരു കുട്ടിയുണ്ട്. അവളുടെ പേരെന്താ? ഋതികയും കൂടി കളിച്ചൊരു ഡാൻസാണ്. ഋതിക ഇന്ന് ഇവിടെ ഇല്ല, ഒരു ടൂറിന് പോയിട്ടാണല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? അന്നത്തെ ഡാൻസ് അടിപൊളിയാ? കണ്ടിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? ആരെല്ലാം പറഞ്ഞു സൂപ്പറായിന്ന്? ഈ നാണമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് എന്താ എനർജി, നമ്മൾ ആ വീഡിയോ കണ്ടില്ലേ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് കണ്ട് ഒരുപാട് ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ഇട്ടത്. എന്തുണ്ടായി വീഡിയോ കണ്ടിട്ട്? കുറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു? കുറെ ആള് സൂപ്പർ, അടിപൊളി. നിങ്ങള് ഡാൻസ് പഠിക്കുന്നതാണോ? നിമക്ക് എത്ര വയസ്സായി? 5 വയസ്സ്. 5 വയസ്സായി. ഇതെന്തായിരുന്നു പരിപാടി? പരിപാടി ഒരു മത്സരം. അപ്പൊ നമ്മ ഇങ്ങനെ വെറുതെ കഴിച്ചു, അപ്പൊ ഇങ്ങനെ വയറലായി. നിനക്ക് എന്താവണമെന്ന് ആഗ്രഹം? എന്താ പറ. ആരാ? ഡാൻസ് ആഷാണ് ഡാൻസ് പഠിപ്പിച്ചത്. അതായത് ഇത്രയും വയറലാവെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർക്കൊരു സ്റ്റേജ് എന്ന നിലക്കാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയതിനെക്കാട്ടിലും എന്താ പറയുക, ഒരു വലിയൊരു അതാണ് നമ്മൾ കുട്ടികൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. നിമ ഭയങ്കര എനർജിയില്ല. 5 വയസ്സുകാരിയുടെ ഒരു പെർഫോമൻസ് അല്ല ആള് പെട്ടെന്ന് പഠിപ്പിക്കുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം വന്നിട്ട് എന്നെ പഠിപ്പിച്ചിരുന്ന ആളാണ് നിമ. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ഡാൻസ് സ്കൂളാണോ? അതെ. അതായത് എനിക്ക് ഒരു DXT എന്ന് പറഞ്ഞിട്ട് പയ്യന്നൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവിടെ 3 വയസ്സിൽ ചേർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 വയസ്സിലാവുള്ളൂ, ഒരു 5 വയസ്സാവട്ടെ എന്ന് പറഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് നമ്മൾ വയസ്സിലൊന്നുമില്ലല്ല കാര്യം, ആളെ മൈൻഡും ഓക്കെയാണ്, ആള് പവറാണ് ആള്. ഇവർ 3 പേരുടെയും പെർഫോമൻസ് ആണ് സംഗതി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹിറ്റാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് കമൻറ്റ് ചെയ്തു, ഷെയർ ചെയ്തു. ഇത് സംഗതി കയറിയും കുളത്തിയെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം യൂട്യൂബിലൊക്കെ മില്യൺസ് ആണ് വ്യൂ. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.